السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وأصحابه أجمعين أما بعد. الحمد لله ثم الحمد لله. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി വടാനപ്പള്ളി ഓർഫനേജ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ സെറിമണി വലിയ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്തിൽ വലിയ സന്തോഷത്തോടുകൂടി സമാപിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി, അതേപോലെ തന്നെ ഈ സംരംഭം വിജയിപ്പിച്ച എല്ലാ സഹോദരങ്ങൾക്കും പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സന്ദർഭത്തിൽ ഞാനിവിടെ നിൽക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ ഈ കോൺവെക്കേഷൻ സെറിമണി തീരുമാനിക്കുന്നത് ആദ്യഘട്ടത്തിൽ വടാനപ്പള്ളി ഓർഫനേജ് ക്യാമ്പസിൽ വെച്ച് നടത്താമെന്നായിരുന്നു. കാരണം നാം പഠിച്ച സ്ഥാപനം, നാം കിടന്നുറങ്ങിയ സ്ഥാപനം, നാം കളിച്ച സ്ഥാപനം, നമ്മുടെ പഴയ ഓർമ്മകൾ, ഗ്രഹാതുരത്വങ്ങൾ, അത്ര നൊസ്റ്റാൾജിക് ചിന്തകൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അതുകൊണ്ട് വടാനപ്പള്ളി തന്നെ തിരഞ്ഞെടുക്കാം എന്നാണ് തീരുമാനിച്ചത്. അവിടെയാണ് ആധുനിക ഇസ്ലാമിക പ്രസ്ഥാന പണ്ഡിതനായ സയ്യിദ് അബുൽ അഅ്ല മൗദൂദിയുടെ വലിയ ചിന്തകൾ. നിങ്ങളൊരിക്കലും നടന്നു നീങ്ങിയ വഴികളിലേക്ക്, കടന്നു വന്ന വഴികളിലേക്ക്, നിങ്ങൾ കയറിയ ഉയരത്തിലേക്ക് താഴോട്ടല്ല നോക്കേണ്ടത്, മറിച്ച് ഇനിയും കയറാനുള്ള വഴികളിലേക്ക്, ഇനിയും താണ്ടാനുള്ള മുകളിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. അവിടെ നിന്നാണ് വടാനപ്പള്ളി ഓർഫനേജ് ക്യാമ്പസ് വിട്ട് യൂണിറ്റി കോളേജ് എന്ന് പറയുന്ന പുതിയങ്ങാടിലെ ഈ മനോഹരമായ സ്ഥാപന സമുച്ചയത്തിന്റെ വിശാല ലോകത്തേക്ക് നമുക്ക് അടുത്ത തലമുറകൾക്ക്, ഒരുപക്ഷെ മമ്മുണ്ണി മൗലവിയെ പോലുള്ള VP കുഞ്ഞുമൗലവിയെ പോലുള്ള ആളുകൾ ആ നടന്നു തീർത്ത നമ്മളെ ഏൽപ്പിച്ച ആ ബാറ്റൺ കൈമാറിക്കൊണ്ട് ഈ വിശാലമായ സ്ഥാപനത്തിന്റെ ഭൂമികയിലേക്ക് നമ്മളെല്ലാവരും കടന്നു വരികയും, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുന്ന വഴിയിൽ ആ ഗേറ്റിന്റെ മുമ്പിൽ ഒരു വലിയ പ്രൊജക്ട് അൽ മശാരി അൽ മുസ്തഖ്ബിലിയ, അള്ളാഹു അനുഗ്രഹിച്ചാൽ നാം ആഗ്രഹിക്കുന്ന വിശാലമായ ഒരു പദ്ധതിയുടെ സ്ഥാപന സമുച്ചയങ്ങളുടെ വരും തലമുറകൾക്ക്, നമ്മുടെ മക്കൾക്ക്, അടുത്ത തലമുറകൾക്ക് വേണ്ടി മമ്മുണ്ണി മൗലവിയുടെയും VPയുടെയും ഒക്കെ കൈകളിൽ നിന്നും അവർ ഓടിത്തീർത്ത ആ അനന്തരാവകാശം പലപ്പോഴും ഇസ്ലാമിയ കോളേജിൽ ഈ ഡിഗ്രി വാങ്ങിയ, ഈ ഷഹാദ വാങ്ങിയ കുട്ടികൾ 6ാം വർഷം പഠിച്ചത് ഇൽമുൽ ഫറായിലാണ്, അനന്തരാവകാശമാണ്. പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ മരണപ്പെട്ടാൽ, ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചാൽ അവർ അനന്തരത്വം വീതിക്കുന്നതിനെ കുറിച്ച് മാതാവിനെത്രയാണ്, പിതാവിനെത്രയാണ്, ഭാര്യക്കെത്രയാണ്, മക്കൾക്കെത്രയാണ്, ആണിനെത്രയാണ്, പെണ്ണിനെത്രയാണ്, എല്ലാ അനന്തരാവകാശത്തിന് ഫിഖ്ഹും പഠിച്ചുകൊണ്ടാണ് 6ാം വർഷ വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തെ പുറത്തിറങ്ങുന്നത്. ഞാൻ പറയുന്നു, അടുത്ത തലമുറയോട് എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ നമ്മുടെ നേതൃത്വത്തിൽ, നമ്മുടെ സ്ഥാപനത്തിൽ വളർത്തി ഈ അർത്ഥത്തിൽ ഉയർത്തിയെടുത്ത മഹാന്മാർ യഥാർത്ഥത്തിൽ അനന്തരാവകാശമായി നിങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് ഈ സ്ഥാപനത്തിലെ അടുത്ത തലമുറകളെ. പറഞ്ഞല്ലോ, 55 വർഷം മുമ്പ് തുടങ്ങിയ ഒരു തലമുറ, അവർ പലരും ചിലരൊക്കെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോയി, VP അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോയി. ഒരുപക്ഷെ മൗലവി അള്ളാഹു ആഫിയത്തോട് ദീർഘായുസ് കൊടുക്കുവാൻ മനസ്സിൽ നിന്നും ആത്മാർത്ഥമായി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഒരുപാട് കുട്ടികൾ, മിടുക്കരായ കുട്ടികൾ, അൽഹംദുലില്ലാഹ്, ഒരുപക്ഷെ നിങ്ങൾ ഈ കുപ്പായം കാണുമ്പോൾ, നിങ്ങൾ അണിഞ്ഞ കുപ്പായം കാണുമ്പോൾ, ഈ കുപ്പായത്തിന് ശേഷം യഥാർത്ഥത്തിൽ കഫൻ പുടവയുടെ വടാനപ്പള്ളി സ്ഥാപനങ്ങളിൽ പഠിച്ച ഈമാനിന്റെയും തഖ്വയുടെയും ഷഹാദത്തിന്റെയും ധീരമായ ഈമാനികമായ ആ കഫൻ പുടവ പൊതിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് പറന്നുപോയ മഹാന്മാരായ VV ഷുക്കൂർ സാഹിബിനെ പോലുള്ള, മിസ്അബ് ഉമർ എന്ന് ഞാൻ എപ്പോഴും പറയല്ല, സുന്ദരനായ മിസ്അബിനെ പോലുള്ള, ഹാരിസ് എന്ന് പറയുന്ന കാവൽ ഭടനായി ജീവിച്ച ഹാരിസിനെ പോലുള്ള, ഖൽബുൻ സലീം യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ശുദ്ധ ഹൃദയത്തിനുടമയായി റിയാദിന്റെ മനോഹരമായ ഖബറിൽ അന്തിറങ്ങുന്ന എൻ്റെ സുഹൃത്ത് സലീം,
ഹനീഫ മുസ്ലിമ, ജീവിതത്തിൽ ഹനീഫായി ജീവിച്ച അരീക്കോട്ടുള്ള ഹനീഫ. അങ്ങനെ ഒരുപാട് ആളുകളെ പലപ്പോഴും വടനപ്പള്ളി സ്ഥാപനത്തിന്റെ സുവനീർ കാണുമ്പോൾ, ഞങ്ങൾ മരിച്ചുപോയ കുട്ടികളെ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് അഭിമാന ബോധമുള്ളത്. ഏറ്റവും നല്ല മരണം, ഏറ്റവും നല്ല കഫൻ പുടവ, ഏറ്റവും നല്ല സ്വർഗസ്ഥമായ വസ്ത്രം, അതാണ് ഈ പുടവ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, നിങ്ങളടിഞ്ഞ ഈ ഉടുപ്പുണ്ടല്ലോ, നാളെ അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളുടെ കുട്ടികളെ ഖുർആൻ പഠിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ആദരവിന്റെ ഒരു വലിയ കുപ്പായം ധരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുപ്പായം എന്ന് പറയുന്നത് ഇതൊരു ആദർശത്തിന്റെ, ഇതൊരു ദൗത്യത്തിന്റെ പിന്തുടർച്ചയാണ്. ഈ വസ്ത്രം നിങ്ങളുടെ മനസ്സാക്ഷിയിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഒരിക്കലും അഴിച്ചു വെക്കരുത്. ഇത് ആദർശത്തിന്റെ, ഇതൊരു ദൗത്യത്തിന്റെ, ഇതൊരു ഉത്തരവാദിത്വത്തിന്റെ, ഈ സമൂഹത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ദൗത്യത്തിന്റെ, അങ്ങനെ വീരോചിതമായ ദൗത്യ നിർവഹണത്തിന്റെ ആദരവിന്റെ വസ്ത്രമാണ് നിങ്ങൾ അണിഞ്ഞത്. അതുമായി നിങ്ങൾ മുന്നോട്ട് പോകണം. കൊച്ചു കൊച്ചു മമ്മുണ്ണി മൗലവിമാരായി, കൊച്ചു കൊച്ചു വിപിമാരായി. മമ്മുണ്ണി മൗലവി എന്നത്, വിപി എന്ന് പറയുന്നത് ഇവിടുത്തെ ടെക്സ്റ്റ് ബുക്കാണ്. ഖുർആൻ പഠിക്കുന്നത് പോലെ, ഹദീസ് പഠിക്കുന്നത് പോലെ, ഫിഖ് പഠിക്കുന്നത് പോലെ വാടാനപ്പള്ളി ഓർഫനേജ് സ്ഥാപനങ്ങളിൽ, അത് വാടാനപ്പള്ളിയും തളിക്കുളത്തും മന്നത്തും ചാലക്കലും അതുപോലെ തന്നെ കൊല്ലത്തും പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും പറയുന്നു, നിങ്ങൾ മമ്മുണ്ണി മൗലവി എന്ന ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം, നിങ്ങൾ വിപിയെ പഠിക്കണം, ആ ജീവിതത്തെ പഠിക്കണം, ത്യാഗം പഠിക്കണം, സ്നേഹം പഠിക്കണം, കാരുണ്യം പഠിക്കണം, സമർപ്പണം പഠിക്കണം. അതുപോലുള്ള ജീവിതത്തിൽ ഒരുപാട് മൂല്യങ്ങൾ പഠിക്കുവാൻ ആ രണ്ട് പുസ്തകങ്ങൾ മനസ്സാക്ഷിയിൽ എന്നും ഉറപ്പിച്ചുകൊണ്ട്, ആ അർത്ഥത്തിൽ കൊച്ചു മമ്മുണ്ണി മൗലവിമാരായിട്ട്, കൊച്ചു വിപിമാരായിട്ട് നിങ്ങളും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലേക്ക്, ഇന്ത്യൻ മുസ്ലിങ്ങളെ ദേശീയ തലങ്ങളിലാണ് മമ്മുണ്ണി മൗലവിയെ പോലുള്ള ആളുകൾ പോയതെങ്കിൽ, നമ്മൾ ജീവിക്കുന്ന ഗ്രാമങ്ങളിൽ, നമ്മൾ ജീവിക്കുന്ന പട്ടണങ്ങളിൽ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ദൗത്യ നിർവഹണത്തിനായി ഇറങ്ങി പുറപ്പെടണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും അവസാനമായി ഞാൻ പറയുകയാണ്. എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ ഒരുപാട് ആളുകളോട് നന്ദി പറയേണ്ടതുണ്ട്, എല്ലാവരോടും ശുക്ർ പറയേണ്ടതുണ്ട്. അതായാലും വിശുദ്ധ ഖുർആനിൽ 3 ആയത്തിൽ എന്ന് 3 വട്ടം പറഞ്ഞിട്ടുള്ള ഈ സുത്തത്തിൽ അള്ളാഹുവിനെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തിയ ഈ സമർപ്പണം, ഇതൊരു സഅയാണ്. ഈ സഅയിൽ കിട്ടുന്ന സംസം, ആ സംസം ഈ മണ്ണിലുണ്ടാകും. അതുകൊണ്ട് ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ, ഈ സ്ഥാപനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ഇവിടെ ഹാജർ ബീവിയുടെ മക്കളാണ്, അൽ ഇസ്മായിൽ ഇബ്രാഹിം നബിയുടെ മക്കളാണ്. നിങ്ങൾക്ക് ഇവിടെ സംസം ഉത്പാദിപ്പിക്കാൻ കഴിയും. ഇത് സംസമിന്റെ പ്രഭവ കേന്ദ്രമായി, ഉത്പാദന കേന്ദ്രമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും പരിപാടി മനോഹരമായി ആരാണ് ഇതിന്റെ പിന്നിൽ? ഒരുപാട് ആളുകളുണ്ട്. എന്തായാലും ഒറ്റപ്പെട്ട 1-2 ആളുകളെ പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല. ഈ പരിപാടിയെ ഇത്ര കളർഫുൾ ആക്കിയത്, ഇത്ര വർണ്ണരാജിയുള്ളതാക്കിയത്, ഇതിന് പെയിന്റ് അടിച്ചത്, ഇത് കളർഫുൾ ആക്കിയതിൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾക്ക് പങ്കുണ്ട്. ഞാനൊരു പക്ഷേ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ നല്ലൊരു പങ്ക് വഹിച്ച ഈ സ്ഥാപനത്തിൽ സ്വന്തം പിതാവ് ഇതിന് തറക്കല്ലിട്ടെടുത്ത് ഈ സ്ഥാപനത്തെ കെട്ടിപ്പടുത്തെടുത്ത് എൻ്റെ പിതാവിന്റെ ചരിത്രമുണ്ട്, എൻ്റെ പിതാവിന്റെ വീർപ്പുണ്ട് എന്ന് അഭിമാനപൂർവ്വം പറയുകയും, ഇന്ന് ഈ സ്ഥാപനത്തിന്റെ ഒരുപക്ഷെ ഈ സെറിമണിയെ മനോഹരമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച മുൻസീർ സാഹിബിനെ പ്രത്യേകം ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്, പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംരംഭങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും വേണ്ടി മനസ്സിൽ നിന്നും പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അസ്ലം സാഹിബിനെ പോലുള്ള ആളുകൾ, വേറെയും ഒരുപാട് ആളുകൾ പറയാനുണ്ട്. തീർച്ചയായിട്ടും ഈ ഇസ്ലാമിക സംവിധാനം വളർത്തിയെടുത്തതിൽ പരിശ്രമിച്ച എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാപനത്തിന്റെ, ഈ സംരംഭത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ഹനീഫ മാഷ് ഉൾപ്പെടെ, കുട്ടിൽ മുഹമ്മദ് സാഹിബ്, മുഹിയുദ്ദീൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഉസ്ര എന്ന സംവിധാനം അതിനുവേണ്ടി വളരെ ത്യാഗനിർഭരമായി പ്രവർത്തിക്കുന്ന അതിന്റെ നേതൃത്വങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയ ധാരാളം ആളുകൾ, ജില്ലയിലെ ഇസ്ലാമിക പ്രസ്ഥാനം, തൃശ്ശൂർ ജില്ലയിലെ ഇസ്ലാമിക പ്രസ്ഥാനം. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് 2 വ്യക്തിത്വങ്ങൾ, ഒന്ന് തൃശ്ശൂർക്കാരനായ സിദ്ദീഖ് സാഹിബ് അങ്ങ് കൊടുങ്ങല്ലൂരിൽ നിന്നും, ഒരുപക്ഷെ ഈ കേരളത്തിൽ തൃശ്ശൂർ ജില്ല കടന്നു വന്ന മമ്മുണ്ണി മൗലവി, ചാവക്കാട് പ്രവർത്തിച്ച മമ്മുണ്ണി മൗലവി, കൊടുങ്ങല്ലൂർ തുടങ്ങിയ സിദ്ദീഖ് സാഹിബ്, ഈ 2 മഹാവ്യക്തിത്വങ്ങളാണ് ഈ തൃശ്ശൂർ ജില്ലയുടെ ചരിത്രത്തിൽ ജില്ലയിലേക്ക് വരുന്ന എന്ന് പറയും വിശുദ്ധ ഖുർആൻ. ആ 2 പ്രവാചകന്മാർ, ആ 2 പ്രവാചകന്മാർക്ക് 3ാമത് പ്രവാചകനെ സപ്പോർട്ട് ചെയ്ത ഈ നാടിന് സിദ്ദീഖ് സാഹിബിന്റെ, മമ്മുണ്ണി മൗലവിയുടെ ചരിത്രത്തിന്റെ പിന്തുടർച്ചെടുക്കാൻ തീർച്ചയായിട്ടും ഈ പ്രദേശത്ത്
സംസ്ഥാനത്തെ ഇസ്ലാമിക പ്രസ്ഥാനത്തെ സാധിക്കണം. ഈ ജില്ലയുടെ വലിയ സഹകരണം, വലിയ സ്നേഹം ജില്ലയുടെ ഇസ്ലാമിക പ്രസ്ഥാനം ഈ സ്ഥാപനത്തിന്, ഈ സംരംഭത്തിന് നൽകി. അതിനവരെ പ്രത്യേക അഭിനന്ദിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭത്തെ വിജയിപ്പിച്ച, ഇതിനുവേണ്ടി മുന്നോട്ട് വന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊരു ദൗത്യമാണ്, ഇതൊരു തുടർച്ചയാണ്, ഇതൊരു തുടക്കമാണ്. ഇതൊരു നന്ദിയുള്ള അവസാനിക്കുന്നില്ല, ഇതൊരു ദൗത്യം ഏറ്റെടുക്കലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദൗത്യം ഏറ്റെടുക്കുക. അല്ലാഹു ഈ ദൗത്യം ഏറ്റെടുക്കാനുള്ള മഹാ തൗഫീഖ്, സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സംരംഭം, ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരുപക്ഷെ ഈ വലിയ ലൈറ്റും ഈ സംവിധാനം അടക്കം ഒരുക്കിയ ഉണ്ണിയേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും മനസ്സിനുള്ളിൽ നിന്നും 1000 നന്ദിയും പ്രാർത്ഥന നേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരംഭത്തെ വിജയിപ്പിക്കുമാറാകട്ടെ. റബ്ബ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത വബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വളരെയേറെ സഹകരിക്കുകയും നമ്മുടെ എല്ലാ സംരംഭങ്ങളിലും ഓടിയെത്തുകയും ചെയ്തിരുന്ന സുഹൃത്ത്, സഹോദരൻ സക്കീർ സാഹിബ് തൃശ്ശൂർ, അദ്ദേഹം നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവസാനം മമ്മുണ്ണി മൗലവിയുമായി ബന്ധപ്പെട്ടുള്ള പല വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഗുരുതരമായ അല്പം ആരോഗ്യപരമായ പ്രയാസം നേരിട്ടത്. അദ്ദേഹം ആശുപത്രി കിടക്കയിലാണ്, അല്പം ക്ഷീണിതരാണ്. എല്ലാവരും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് എല്ലാത്തിലും അല്ലാഹുമ്മ ലാ ബഅസ തഹൂറിൻ ഇൻഷാ അല്ലാഹ്, അല്ലാഹുമ്മ ശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ ലാ യുഗാദിറു സഖമൻ വലാ അലമാ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك حميد مجيب الدعوات وقال الحاجات. اللهم انصر إخواننا المسلمين في جميع أنحاء العالم يا رب العالمين. اللهم انصر إخواننا المسلمين المجاهدين في فلسطين. اللهم انصرهم، اللهم أعلي كلمتهم، اللهم دمر أعداء الإسلام والمسلمين. اللهم عليك أعداء الإسلام، اللهم دمرهم، اللهم قهرهم، اللهم مزقهم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين. കുട്ടികളുടെ കലാപരിപാടികൾ കൂടി ഉണ്ട്, കുറച്ച് അതുകൂടി കേട്ടിട്ട് അല്പം സമയം എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൂടി കാണണമെന്നും അതുകൂടി കുട്ടികൾ പ്രോത്സാഹിപ്പിക്കണമെന്നും ആവശ്യപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.